തിരുവനന്തപുരം മുതലപ്പുഴയിൽ വൻ പ്രതിഷേധം. നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കർണാടക മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നില്ല, കാര്യക്ഷമമല്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രശാന്ത് ശങ്കരമംഗലത്ത് ശരിയാണ്. പ്രശാന്ത്, രാവിലെ മുതൽ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ്. അല്പസമയം മുമ്പ് കണ്ടു നമ്മൾ നാട്ടുകാരുടെ വാക്കുകൾ. പ്രതിഷേധം ബന്ധപ്പെട്ടവർ നൽകിയ ഉറപ്പ് പാലിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് അവർ ആവർത്തിക്കുന്നത്. എന്താണ് നിലവിലെ അവസ്ഥ? ഇപ്പോഴും അവർ അത് ശക്തമായ രീതിയിൽ പ്രതിഷേധം തുടരുകയാണല്ലേ? കെ പി ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. മുതലപ്പുഴയിൽ കഴിഞ്ഞ ഒരു മണിക്കൂറുകൾ പിന്നിടുന്നു ഇത്തരത്തിൽ അപകടം നടന്ന ശേഷം. കഴിഞ്ഞ ദിവസം 9:30 കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. അപകടം നടന്ന ശേഷം ഇത്രത്തോളം മണിക്കൂറുകൾ പിന്നിടുമ്പോഴും യാതൊരുവിധ നടപടികളും അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. കോസ്റ്റൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഇതോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം അടക്കം വൈകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറയുന്നത്. കാരണം ബോട്ടുകൾ എത്താൻ വൈകുന്നു എന്നാണ്, റെസ്ക്യൂ ബോട്ടുകൾ എത്താൻ വൈകുന്നു എന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തെ തടസ്സം ഉണ്ടാക്കാൻ കാരണമെന്നൊക്കെയാണ് ഈ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രദേശവാസികൾ ആണ് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത്. എന്നാൽ അതിന് പുറമെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഈ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ നടപടികളും ഇതുവരെ ആരംഭിച്ചില്ല. ഇതോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ജനങ്ങൾ പ്രതിഷേധിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ഒരു രാത്രിയാണ് ഈ അപകടം നടക്കുന്നത്. ആ അപകടം നടന്ന് ഇത്രത്തോളം മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഈ ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടികൾ ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറയുന്നത്, അതെ, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചില്ല, ബോട്ടുകൾ വരണമെന്നാണ്. ഉറപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഞങ്ങൾക്ക് വാണിംഗ് തന്നിട്ടില്ല, ഒരു മുന്നറിയിപ്പും തന്നിട്ടില്ല. ഞങ്ങൾ കടലിൽ കിടന്ന് ഈ കാറ്റ് വരുമ്പോൾ അവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികളാണ് പരസ്പരം രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. വള്ളം മറിഞ്ഞ ആളുകളെ അടുത്ത വള്ളങ്ങളാണ് അവർ ജീവൻ പണയം വെച്ച് ഉപകരണങ്ങളെല്ലാം കളഞ്ഞുകൊണ്ട് ഈ ആളുകളെയും കൊണ്ടുവന്നിരിക്കുന്നത്. ഇവരിതിനകത്ത് പരാജയപ്പെട്ടിരിക്കുന്നു. മുതലപ്പുഴയിൽ ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞത്. നേരത്തെ ഈ 1 മണിക്കൂറിനുള്ളിൽ ഇത്തരത്തിൽ അപകടം നടന്നു കഴിഞ്ഞാൽ ആ 1 മണിക്കൂറിനുള്ളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന തരത്തിലുള്ള സ്ഥിരം സംവിധാനം ബോട്ടുകളൊക്കെ ഉണ്ടാകുമെന്നാണ് നേരത്തെ പറഞ്ഞത്. മിനിസ്റ്ററിലൊക്കെ പറയുന്നുണ്ട്. എന്നാൽ തുടർന്ന് ഇങ്ങോട്ടൊരു നടപടികളും അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ലല്ലേ? പറഞ്ഞു കഴിഞ്ഞല്ലോ, അവർ പറഞ്ഞ് അത്തരം സംവിധാനങ്ങളില്ല. ഒരു സംവിധാനമില്ല. 10 വർഷത്തിൽ കൂടുതലായി മുതലപ്പുഴ അപകടങ്ങൾ സംഭവിക്കുകയും നമ്മൾ സമരവും ചെയ്യും. പക്ഷേ ആ സമരം ചെയ്യുന്നത് എന്തിനാണ്? ഞങ്ങൾക്കറിയാം ഇവരിങ്ങനെ സ്ലോയിലേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അവരുടേതായ ഇതുകൊണ്ട് ആ ഒരു ഇതിൽ കാര്യമേ ചെയ്യുള്ളൂ. പക്ഷേ ഞങ്ങൾ എന്തിനാണ് പറയുന്നത്? അവിടെ കിടക്കുന്ന ജഡം ഞങ്ങൾക്ക് കിട്ടണം. ഇപ്പോൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഒരു മീറ്റിംഗ് ഹാർബർ എഞ്ചിനീയർ ഓഫീസ്, സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ വിളിക്കായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ട്, ഞങ്ങളാണ് നിങ്ങളുടെ കാര്യങ്ങൾ അറിയേണ്ടത്, ഞങ്ങളാണ് കാര്യങ്ങൾ അറിയേണ്ടത്, നിങ്ങൾക്ക് സൊല്യൂഷനൊക്കെ പറഞ്ഞു തരേണ്ടത്. പക്ഷേ പിന്നീട് വിളിച്ചറിയിച്ചതാണ് ആ റിപ്പോർട്ടാണ് ആ കൊച്ചു പറഞ്ഞത്. എന്താണ്? മിനിറ്റ്സ് സഹിതമുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോഴും പറയുന്നത് എന്താണ്? ഇല്ല എന്ന് പറഞ്ഞ വാക്ക് ഉടനെ മാറ്റി പറയാണ് ഇല്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തെളിവുകൾ ശേഖരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മിനിറ്റ്സ് ഉണ്ട്. അതിലാണ് പറഞ്ഞിരിക്കുന്നത് 1 മണിക്കൂറിനകം രക്ഷാപ്രവർത്തനം സാധ്യമാകുമെന്ന്. ഞാൻ വന്നത് 7 മണിക്ക് മുമ്പേ വന്നു. ഇവിടെ വന്നതാണ് 7 മണിക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നു. ഞങ്ങൾ ആദ്യം കുറച്ച് പേര് ഇന്നലെ രാത്രി റിപ്പോർട്ട് ചെയ്തല്ലേ? അതെ, ഇന്നലെ രാത്രി 8:30 ഇത് സംഭവിക്കുന്നു. 9 മണിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് റഫ് ആയതുകൊണ്ട് കയറാൻ പറ്റും. കോസ്റ്റൽ പോലീസ് എന്താ പറഞ്ഞത്? അവരൊന്നും ചെയ്യത്തില്ല. അവർ ഈ പറയുന്ന കണക്ക് ഈ 2 പേര് ഭയന്ന് വന്ന് ഞങ്ങൾ വീണ്ടും എങ്ങനെ അവിടെ പോയി രക്ഷപ്പെടുത്താൻ പോകുന്നത്? 2 പേര് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും വന്നവര് പോയി വീണ്ടും രക്ഷപ്പെടുത്താൻ. അപ്പൊ 4 ജീവനെ കുരുതി കൊടുക്കണമെന്നാണ് പറയുന്നത്. സ്വാഭാവിക മരണമല്ല, ഇത് അസ്വാഭാവിക മരണമാണ്. അത് കേസെടുക്കാൻ നമ്മളിവിടെ പറഞ്ഞില്ലെന്ന് പറയാനായിട്ട് ആ സെക്കൻഡിലും ആ സ്പോട്ടിലും വന്ന് പറയുകയാണ്. പറഞ്ഞിട്ട് വരെ അവരത് അംഗീകരിച്ചിട്ടില്ല. അതായത് കെ പി, ഈ അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെട്ടവർ കോസ്റ്റൽ പോലീസിനെ സമീപിക്കുന്നു. കോസ്റ്റൽ പോലീസിനെ സമീപിച്ച് ഇക്കാര്യം പറയുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തണമെന്ന് നടക്കുമ്പോൾ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ കോസ്റ്റൽ പോലീസ് പറയുന്നത് ഈ രക്ഷപ്പെട്ട് വന്നവർ തന്നെ വീണ്ടും പോയി മറ്റുള്ളവർ ആ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. യാതൊരുവിധ സമീപനങ്ങളും ഉണ്ടായിട്ടില്ല. അവർ അനുകൂലം ഒന്നും ഉണ്ടായില്ല സാറേ, ഒന്നും ഉണ്ടായില്ല. അവർ പറയുന്നത് ഞങ്ങൾ 2 പോയാൽ നിങ്ങൾ പോയി രക്ഷപ്പെടുത്തിക്കൊണ്ട് വരണോ? ഞങ്ങൾ അതുകൊണ്ട് എവിടെ പോയി രക്ഷപ്പെടുത്തണം? ഞങ്ങൾ എന്ത് ചെയ്യണം? അവരിന്ന് പോയിക്കൊണ്ട് അവർ പറയുന്നത് ഇതിന് രാവിലെ ഇവിടെ സമീപിച്ചില്ല, രാത്രി സമീപിച്ചപ്പോൾ രാത്രിയൊക്കെ പറഞ്ഞ് വിട്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ രാവിലെ ആയപ്പോൾ പറയുന്നത് കൊല്ലത്തിനൊന്ന് വരുന്നുണ്ട്, വിഴിഞ്ഞത്തിനൊന്ന് വരുന്നുണ്ട്. പക്ഷേ 2 പറഞ്ഞിട്ട് പോലും ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോഴവർ പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു സംവിധാനം, പിന്നെ വിഴിഞ്ഞത്തൊരു അപകടം സംഭവിച്ചു, അവിടെ ആ ബോട്ട് പോയിരിക്കുകയാണ്. നീണ്ടകര ഒരു അപകടം സംഭവിച്ചു, അവിടെ ഒരു ബോട്ട് പോയിരിക്കുകയാണ്. ഇതുവരെ അപ്പോൾ ഇവിടെ നടന്ന 2 ഈ മരണത്തിൻ്റെയും ഒരു പരിഹാരം കാണാതെ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. അതിനുവേണ്ടി ആൾക്കാർ അതിശക്തമായിട്ട്
പ്രതിഷേധം നടത്താൻ വേണ്ടി തന്നെ ഇവിടെ തുണിഞ്ഞു നിൽക്കുന്നത്. KP അത് തന്നെയാണ്. ഇത്തരത്തിൽ വലിയ അപകടം നടക്കുന്നു. മാത്രമല്ല ഈ മുതിരപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ നിരന്തരം അപകടത്തിൽപ്പെടുന്നു, മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെടുന്നു. എന്നാൽ ഈ പരാതികളെയൊന്നും കാര്യമായിട്ട് ഗവനിക്കാത്തൊരു സമീപനമാണ് ഇവിടുത്തെ അധികൃതർ സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായാലും ശരി, ഈ സർക്കാരിൻ്റെ കാലത്തായാലും ശരി, അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഏതായാലും പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ പ്രതികരണം നടത്തിയതുപോലെ തന്നെ വലിയ പ്രതിഷേധം ബന്ധപ്പെട്ടവർ, അധികാരികൾ, അധികാരിവർഗം തങ്ങളുടെ ആവശ്യങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. പരാതി പറയുമ്പോൾ അത് കേൾക്കുന്നു, പക്ഷേ നടപടികൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഞങ്ങൾ ഇനിയും തുടരുമെന്നാണ് അവർ ഒരേ സ്വരത്തിൽ പറയുന്നത്.